നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഈ ബ്രസ്റ്റിന് ക്യാൻസർ വരുമ്പോൾ ചിലപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാം. ബ്രസ്റ്റ് അത് മൊത്തമായിട്ട് എടുത്തു മാറ്റാതെ ആ ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രം മാറ്റിക്കളഞ്ഞിട്ട് അവിടെ നമുക്ക് വേറെ ദശയൊക്കെ വെച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ പലപ്പോഴും അത് പറ്റാതെ വരാം. ചില ബ്രസ്റ്റ് ക്യാൻസറുകളിൽ ബ്രസ്റ്റ് മൊത്തമായിട്ട് എടുത്ത് മാറ്റേണ്ടി വരും. അങ്ങനെ ബ്രസ്റ്റ് മൊത്തമായിട്ട് എടുത്ത് മാറ്റേണ്ട വന്നാലും നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പല പ്ലാസ്റ്റിക് സർജറി മെത്തേഡ്സ് ഉണ്ട്. ഇംപ്ലാന്റ്സ് വെക്കാം. ഇംപ്ലാന്റും അതിൻ്റെ പുറത്ത് വേറൊരു ദശയെ വെച്ചിട്ടുള്ള റീകൺസ്ട്രക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. വയറിലുണ്ടാവുന്ന എക്സ്ട്രാ ഫാറ്റ് ഉള്ള സ്കിന്നും അതിനുള്ള ഒരു രക്തക്കുഴലും എടുത്ത് അവിടെ വെച്ച് അവിടെയുള്ള രക്തക്കുഴലിലേക്ക് ജോയിൻ ചെയ്ത് മൈക്രോ സർജറി ചെയ്ത് പിടിപ്പിക്കുന്ന ഒരുതരം ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ് ഉണ്ട്. ഏകദേശം ബ്രസ്റ്റിൻ്റെ മറ്റേ ബ്രസ്റ്റിൻ്റെ അതേപോലെ തന്നെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പം പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻസിന് സാധിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ബ്രസ്റ്റ് എടുത്ത് കളയുന്ന ആ സമയത്ത് തന്നെ അത് ചെയ്യണോ എന്ന്. അങ്ങനെയില്ല. സപ്പോസ് നമ്മൾ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ റേഡിയേഷനും അതിൻ്റെ കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് 4, 5, 10 കൊല്ലമായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം ബ്രസ്റ്റ് ക്യാൻസർ നല്ല ഹൈ ക്യൂർ റേറ്റ് ഉള്ള ഒരു ക്യാൻസർ തന്നെയാണ് ഇപ്പോൾ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെയുള്ളവർക്കാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം അസുഖം മാറിക്കഴിഞ്ഞാൽ അവർ വേറെ പ്രശ്നമില്ലാതിരിക്കുകയാണ്. അവർക്ക് ആകെയുള്ള പലപ്പോഴും പലരുടെയും ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ആ സമയത്തും അതും നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്.